നമ്മളോടൊപ്പം തീരദേശവാസികളുടെ പ്രയാസങ്ങൾ ഏറെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി കൂടി ചേരുന്നുണ്ട്. ശ്രീ പാട്രിക് മൈക്കിൾ, കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റാണ് അദ്ദേഹം. ശ്രീ പാട്രിക്, കേൾക്കുന്നുണ്ടോ? ഈ കാലവർഷ പെയ്ത്ത് തുടങ്ങിയതിന് ശേഷം സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണോ മത്സ്യത്തൊഴിലാളികൾ? കാരണം ഒരല്പം മുൻപ് നമ്മൾ വെട്ടുകാട് നിന്നുള്ള ചില ദൃശ്യങ്ങൾ കാണുകയുണ്ടായി. വലിയ ദുരിതത്തിലാണ് തീരദേശവാസികൾ എന്ന് മനസ്സിലാക്കുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഒരിക്കലുമല്ല. അതായത് കാലാകാലങ്ങളായി തീരദേശവാസികൾ അനുഭവിക്കുന്ന ആ ദുരിതം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. 2016 മുതൽ തീരദേശം മൊത്തത്തിൽ വളരെ അപകടമായ ഒരു സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. 2017 നടന്ന ഓഖി ചുഴലിക്കാറ്റ്, അതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ആ ദുരിതങ്ങൾ ഇന്നും വിട്ടുമാറിയിട്ടില്ല. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിന് മുന്നിൽ ഒരു പ്രതിഷേധം നടത്താനായിട്ട് ഇടയായി. കാര്യം എന്തെന്ന് പറഞ്ഞാൽ, അവിടെ ഈ കാത് കേൾക്കാത്ത 2 പിഞ്ചു കുട്ടികളുള്ള ഒരു കുടുംബത്തിന്റെ വീഴുമെന്നുള്ള നിലയ്ക്ക് എത്താറായി. അതായത് കൃത്യമായി സർക്കാരോ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ കല്ലിടുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. ആ വീട് വളരെ ദുരിതമനുഭവിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനോട് തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു വീടുണ്ട്, ജെറോം എന്ന് പറയുന്ന ഒരു അങ്കിളുടെ വീട് കൂടെയുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായി ജോലിക്ക് പോകാനോ അദ്ദേഹത്തിന്റെ വൈഫിന് ജോലിക്ക് പോകാനോ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർ എങ്ങനെയെങ്കിലും കയറിക്കിടക്കുന്ന, പട്ടിണിയാണെങ്കിലും കയറിക്കിടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വീടുണ്ട്. ആ വീടുകളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഈ കല്ലിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് അത് പൂർത്തീകരിക്കാൻ ഇതുവരെ സാധിച്ചില്ല എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു വീഴ്ചയാണ്, അവിടെയുള്ള MLA വീഴ്ചയാണ്. ഈ വീഴ്ച എത്ര കാലങ്ങളായി തുടരുന്നു എന്നുകൂടി താങ്കൾക്കൊന്ന് സൂചിപ്പിക്കാമോ? തീർച്ചയായിട്ടും കഴിഞ്ഞ 4 വർഷങ്ങളായി ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഈ വരുന്ന കർക്കിടകം എത്തിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, കർക്കിടകം എത്തിയിട്ടില്ല. ഒന്ന് മഴ പെയ്തു തുടങ്ങിയപ്പോൾ ആ കടൽ ഒന്ന് പ്രക്ഷുബ്ധമായപ്പോൾ ഉണ്ടായ ഒരു കാര്യമാണിത്. ഈ മഴ പെയ്ത് കുറച്ചുകൂടി കർക്കിടമാകുമ്പോൾ കടലാക്രമണം കൂടുതൽ വൻതോതിൽ ഉണ്ടാകുന്ന സാഹചര്യം ഞങ്ങളുടെ വീടുകളൊക്കെ എത്ര തന്നെയാണ് കടലിലേക്ക് വീഴുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നേരത്തെ ഇപ്പോൾ രോഹിണി പറഞ്ഞതുപോലെ തന്നെ വെട്ടുകാട് അതുപോലുള്ള ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ശംഖുമുഖം ബീച്ച് നിങ്ങൾ എടുത്തു നോക്കൂ. ടൂറിസം വകുപ്പ് മന്ത്രി പോലും അത് തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമാണ്. എത്രയോ കാലാകാലങ്ങളായി മുക്കാൽ കിലോമീറ്റർ നീണ്ടു കിടന്ന തീരമാണ് ഇല്ലാതായത്. ഈ തീരം കുറയുമ്പോഴെങ്കിലും ഈ ലോകത്തിലുള്ള എല്ലാവരും അറിയപ്പെടുന്ന ഒരു ശംഖുമുഖം ബീച്ച് നിലനിർത്താൻ പോലും സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. ഇനി അപ്പുറത്തോട്ട് പോകുമ്പോൾ കണ്ണാന്തുറ കഴിഞ്ഞ് ഞങ്ങളുടെ തീരദേശത്തിന്റെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ വെട്ടുകാട് ചർച്ചിന് മുന്നിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വീടുകൾ, ഇനി അപ്പുറത്ത് പോകുമ്പോൾ കൊച്ചുവേളി, വലിയ വേളി തുടങ്ങി VSSC വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു വലിയൊരു നിര, ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കടലെടുക്കുന്ന സാഹചര്യം നോക്കി നിൽക്കുകയാണ് സർക്കാർ. കല്ല് കിട്ടുന്നില്ല എന്നുള്ള മറുപടിയാണ് പറയുന്നത്. കല്ല് കിട്ടുന്നില്ല. പക്ഷെ മറ്റെല്ലാ മേഖലകളിലും കല്ല് ലഭിക്കുമ്പോൾ, അദാനിക്ക് കല്ല് കൊടുക്കുമ്പോൾ, മറ്റ് നിർമ്മാണങ്ങൾക്ക് അവർക്ക് പാറക്കല്ലുകൾ ലഭിക്കുമ്പോൾ എന്തുകൊണ്ട് തീരദേശത്തുള്ള ജനങ്ങളുടെ വീടുകൾ സംരക്ഷിക്കുവാൻ സർക്കാരിന് കല്ല് ലഭിക്കുന്നില്ല എന്നുള്ള ഉത്തരം മാത്രം ലഭിക്കുന്നു. അതെ, തീർച്ചയായും. വളരെ നന്ദി ശ്രീ പാട്രിക് മൈക്കിൾ പ്രതികരിച്ചതിന്.